ഞാൻ കൽക്കി, പൗരുഷത്തിന്റെ മൂർധന്യഭാവം. ഞാൻ കൽക്കി. എന്തായിരുന്നു ആട്ടം? വർഷം കഴിയുന്നവരും ആശാൻ ചെറുപ്പായി ചേട്ടാ. പിന്നല്ലാതെ ആശാൻ ആ കിരീടം വെച്ച് കൂത്തമ്പലത്തിൽ അങ്ങനെ വന്ന് നിന്നാ മതി. സാക്ഷാൽ അർജുനനും നളനും രാവണനൊക്കെ മുമ്പിൽ പ്രത്യക്ഷം പോലെ തോന്നും. എന്താ ഒരു പൗരുഷം! ആശാന്റെ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്രയും പൗരുഷമുള്ള ഒരു കലാകാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ അയ്യോ പറയാൻ മറന്നു. ഞങ്ങള് പയകുളങ്ങര ദേവീക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. ഞാൻ ട്രഷറർ, ഇത് പ്രസിഡന്റ്, ഇത് സെക്രട്ടറി. ഞങ്ങള് ആശാന്റെ ഒരു കളി ബുക്ക് ചെയ്യാൻ വന്നതാണ്. ആശാനെ, ഞാൻ പ്രസിഡന്റ് രാമനമ്പ്യാരാണ്. ഒരു ഫോട്ടോ എടുക്കുക. നമുക്ക് ആ നോട്ടീസിലൊക്കെ ഇടാലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത്, അടുത്ത മാസം 19 ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പൊ 6-8 ദിവസം ആശാന്റെ കളി തന്നെ വേണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. 19 അല്ലേ? അതെ. അർജുന, അന്ന് വേറെ കളി വല്ലതുണ്ടോ? അന്ന് ഇല്ല സാർ. എന്താ സുഭദ്രാഹരണം തന്നെ ആവാം. ആശാനെ, അത് രാജശേഖരം വേണമെന്നാണ് ഞങ്ങൾക്ക്. ആശാന്റെ അഭിമന്യു പോലെ അവന്റെ ഉത്തരയും വളരെ നന്നായിരുന്നു. ഉത്തര മാത്രമല്ല, അവന്റെ ദ്രൗപദി കണ്ടിട്ടുണ്ടാ? ഓരോ മിനിറ്റാണ്.
അപ്പോ മകനാണല്ലേ? ഉം. എന്നാ ആശാനെ ഉത്തരാശ്രമം തന്നെ തീരുമാനിക്കല്ലേ? ശരി, അങ്ങനെ ആവട്ടെ. അപ്പൊ ഞങ്ങൾ ചെറിയ അഡ്വാൻസ് തന്നിട്ടാണ് ബുക്ക് ചെയ്യാം. അഡ്രസ് ചെക്കേണ്ടി വരും. എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത മാതിരി ഞാൻ പറഞ്ഞതല്ലേ? ഇതൊക്കെ പതിവാ, അതൊക്കെ പിന്നീടാവാം. അപ്പൊ ആശാനെ 19 എല്ലാം ശരിയാക്കാം. അപ്പൊ എന്നാ ഞങ്ങളോട് അറിയിക്കോട്ടെ. ശരി. അപ്പൊ എന്നാ നമുക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടി കണ്ടിട്ട് പോവാം. ശരി, അങ്ങനെ പോരാ. കേട്ടോ, നമുക്ക് ഇറങ്ങാം. വാ. മനസ്സേ സന്ദേഹം വളരുന്നു എന്തിക മനസ്സേ സന്ദേഹം വളരുന്നു അർജുന, തനിക്ക് പറ്റിയെങ്കിൽ ഇറങ്ങിപ്പോ. വെറുതെ സമയം മെനക്കെടുത്താൻ. തന്റെ ശ്രദ്ധ എവിടെയാ? വിളിക്കുമ്പോ മനസ്സ് ഏകാഗ്രമായിരിക്കണം. എന്നാലേ ഭാവം വരികയുള്ളൂ. ഭാവത്തിൽ നിന്നേ രസമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും പാവക്കളിയാകും. എനിക്കെന്തോ എന്താ, എനിക്ക് മടുത്തു തുടങ്ങിയോ? എങ്കിൽ ഇത് ഇവിടെ നിർത്തണം. ഇത് കുട്ടിക്കളിയല്ല, ദൈവദത്തമായ കലയാണ്. അടുത്തതുകൊണ്ടല്ല, എന്തോ സ്വയം വെറുത്തു തുടങ്ങിയോ എന്നൊരു സംശയം. സമയത്ത് ഉത്തരം ദ്രൗപദി. ഈ മിനുക്കുകൾ കൊണ്ട് എന്റെ മുഖം ചുട്ടിക്കുത്തുമ്പോൾ എന്റെ പൗരുഷം അതെവിടെയോ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഉത്കണ്ഠ. നീ എനിക്ക് മകൻ മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയാണ്. വേഷം ചെയ്യാൻ സാമാന്യമായ നീവഴക്കം വേണം. ഭാവരസങ്ങളിൽ അഗ്രഗണ്യനായിരിക്കണം. അത് നിനക്കുണ്ട്. ഇന്ന് നിനക്ക് വേഷം ചെയ്യാൻ
കേമനായി ഒരാളില്ല മോനെ. പിന്നെ പൗരുഷം അത് വേഷങ്ങളിലല്ല വേണ്ടത്, ഉള്ളിലാണ് ഉണ്ടാകുന്നത്. അച്ഛാ, എനിക്ക് പൗരുഷമില്ല അച്ഛാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് പറയാ? ചോദിക്കുക. ഇത്രയും വേദികളില് ഇത്രയും ഐതിഹാസികമായ കഥാപാത്രങ്ങൾ അങ്ങ് ചെയ്തിട്ടില്ല. അതിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പൗരുഷമുള്ള കഥാപാത്രം ഏതാണ്? ശരിയാണ്. രാവണൻ, ദുര്യോധനൻ, ഭീമൻ, ഹനുമാൻ, ഇങ്ങനെ എല്ലാ വേഷങ്ങളും ഞാൻ ആടിക്കഴിഞ്ഞു. അതിലേറെ പൗരുഷമുള്ള ഒരു വേഷം ചെയ്യണമെന്നായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ നാം കഥകളിക്കാർക്ക് കഴിഞ്ഞ അവതാരങ്ങളാണല്ലേ നിയോഗമുള്ളൂ. ഞാൻ ഇവരെക്കാൾ പൗരുഷമുള്ള കഥാപാത്രമോ? ഏതാണത്? കൽക്കി. കൽക്കിയോ? അതെന്തുകൊണ്ടാണ്? മത്സ്യകൂർമ്മ വരാഹസ്യ നരസിംഹസ്യ വാമന രാമോ രാമസ്യ രാമസ്യ കൃഷ്ണ കൽക്കിർ ജനാർദ്ദന. ദശാവതാരങ്ങളിൽ 9 അവതാരങ്ങളും ചുട്ടികുത്തി ഞാൻ ആടിക്കഴിഞ്ഞു. അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായി ദേവദത്ത എന്ന വെള്ള കുതിരമേൽ വെട്ടിത്തിളങ്ങുന്ന നന്ദനവാളുമായി വരുന്ന കൽക്കി. അധർമ്മത്തെ വെല്ലുന്നതിന് മേറെ എന്തുണ്ട് പൗരുഷം ഈ കലികാലത്ത്? കലിയെ വെല്ലുന്ന പൗരുഷം കൽക്കി. അച്ഛന്റെ ആഗ്രഹം ഈ മകൻ നിറവേറ്റും. അതിന് പൗരുഷം വേണം. നിനക്കില്ല. വേഷങ്ങളും അതിൻ്റെതായ ശരീരഭാഷയുണ്ട്. നിന്റെ ശരീരഭാഷയ്ക്ക് സ്ത്രീ വേഷങ്ങളെ ചേരും. അവനെക്കൊണ്ടാവുന്നത് ചെയ്യും. അതിൽ കേമനാകാൻ നോക്ക്, അല്ലാതെ വെറുതെ. ശരി, ഇന്ന് ഇവിടെ നിർത്താം. ഉത്തരയുടെ കൊടുത്തുവിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കും. ഞാൻ കൽക്കിയാവും. എന്റെ കൽക്കി. ഗുരുവിനെ കൊണ്ട് സാധിക്കാത്തത് ശിഷ്യൻ നേടിയെടുക്കും. ഞാൻ കൽക്കി. ഞാനാണ് കൽക്കി.
കുറിച്ച് കേട്ടാണ് പറയുന്നത്. എന്താ ഭ്രാന്തായോ? രാത്രിയോ പകലോ എന്നില്ലാതെ അവനെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തിന് വേണ്ടി സമയം കളഞ്ഞ് ദൈവം പരമായി തന്ന കല നശിപ്പിക്കാനാണോ നിന്റെ ഭാവം? ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതറിഞ്ഞ് ജീവിക്കേ. ഈ വിധിയും ന്യായവും ഒക്കെ ആരാണ് തീരുമാനിക്കുന്നത്? നീ എന്നോട് തർക്കിക്കുകയാണോ? തർക്കമല്ല, അപേക്ഷയാണ്. സ്ത്രീവേഷങ്ങൾ മാത്രമല്ല, പുരുഷവേഷങ്ങളും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് സ്വയം തെളിയിക്കാനുള്ള ഒരു അവസരം, പുരുഷനാവാനുള്ള ഒരു അവസരം, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അർജുന, അർഹിക്കുന്നതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഓഹോ, അപ്പോ എനിക്ക് അർഹതയില്ലെന്ന്? ഇവിടുള്ള ആരെക്കാളും എനിക്ക് അർഹതയുണ്ട്. സ്വന്തം ആഗ്രഹപ്രകാരം ആടാൻ കഴിയാൻ ഞാൻ ആശാനേക്കാളും. അപ്പൊ നീ ഗുരുവിനേക്കാൾ വളർന്നെന്നാണോ? എങ്കിൽ കരിയോ കത്തിയോ ആടുന്നതിന് മുമ്പേ ഒരു പച്ചയോ കത്തിയോ കരിയോ ആടിത്തീർക്കേ. ഗുരുവോ ശിഷ്യനോ ആരാണ് കേമനെന്ന് നമുക്കിൽ നിന്ന് ആടി തീർക്കാം. നിനക്ക് നിന്റെ വേഷം തിരഞ്ഞെടുക്കാം. ഏതും എനിക്ക് വഴങ്ങും. എങ്കിൽ ഞാൻ ദുശാസനൻ, ഞാൻ ഭീമൻ.
പൗരുഷം വേണമെന്ന് പറഞ്ഞല്ലേ? അവനവനെ കൊണ്ടാകുന്നത് മാത്രം ചെയ്യേ. പൗരുഷത്തിന്റെ മൂർധന്യഭാവം കൽക്കി കൽക്കി കൽക്കി. അച്ഛാ അച്ഛാ Yeah.